കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങിയതിന് തൊട്ടു പിന്നാലെ തർക്കങ്ങളും തുടങ്ങിയെന്ന് വേണം പറയാൻ. കെ സുധാകരൻ കഴിഞ്ഞ ദിവസം തന്നെ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായി മാറി. കണ്ണൂരിലാണ് കെ സുധാകരൻ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതോടൊപ്പം അഡ്വക്കേറ്റ് അടൂർ പ്രകാശും മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് കോന്നിയിലാണ്. അദ്ദേഹം നേരത്തെ മത്സരിച്ച് വിജയിച്ച കോന്നിയിൽ മത്സരിക്കണം എന്ന ആവശ്യമാണ് UDF കൺവീനർ അടൂർ പ്രകാശ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ രണ്ട് MP-മാരും മത്സരിക്കാൻ തയ്യാറാണെന്ന് AICC നേതൃത്വത്തെ അറിയിച്ചതോടെ പല ആവർത്തി ചർച്ച വഴിമുട്ടിയെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. മാത്രവുമല്ല, ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ചൊല്ലിയുള്ള തർക്കം ഇപ്പോഴും തുടരുകയാണ്. ഇതിൽ പ്രധാനമായും എൽദോസ് കുന്നപ്പള്ളി മത്സരിക്കണമോ അല്ലെങ്കിൽ ഒഴിവാക്കി നിർത്തണമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയായും ഒരു അന്തിമ തീരുമാനത്തിൽ എത്തിച്ചേരാൻ AICCക്ക് കഴിഞ്ഞിട്ടില്ല. സുൽത്താൻ ബത്തേരിയിൽ മത്സരിക്കുന്ന IC ബാലകൃഷ്ണന്റെ കാര്യത്തിലും ഒരു അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടില്ല. ഇരുവർക്കുമെതിരെ കേസുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഒഴിവാക്കാൻ കോൺഗ്രസ് ആലോചിക്കുന്നത്. അല്ലെങ്കിൽ നേരത്തെ 2 MLA-മാരുടെ കാര്യത്തിലായിരുന്നു ഒരു പ്രതിസന്ധി നിലനിന്നിരുന്നത്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഒഴിവാക്കാനും തൃപ്പൂണിത്തുറയിൽ K ബാബുവിന് പകരം മറ്റൊരാളെ കണ്ടെത്താനുമായിരുന്നു തീരുമാനം. എന്നാൽ ഓരോ ദിവസം കഴിയുന്തോറും ഇത്തരം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചർച്ചകളും പ്രതിസന്ധികളും കൂടി വരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജനകീയ പാർട്ടിയാണെന്നും ചർച്ചകളും ഒപ്പം തന്നെ പിണക്കങ്ങളും ഒപ്പമുള്ളതാണെന്നുമൊക്കെ നേതാക്കൾ പറയുന്നുണ്ട് എങ്കിൽ തന്നെയും കെ സുധാകരനെ അനുനയിപ്പിച്ച് ഒപ്പം നിർത്തുക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് KPCC അധ്യക്ഷനും ചില നേതാക്കന്മാരും ഇടപെട്ട് കെ സുധാകരനെ പിന്തിരിപ്പിക്കാനുള്ള ഒരു നീക്കം ആരംഭിച്ചിരിക്കുന്നത്. ഒപ്പം കെ സുധാകരൻ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥി ആയതിന് തൊട്ടു പിന്നാലെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തന്നെ പറഞ്ഞു, ആരും സ്വയം സ്ഥാനാർത്ഥിയാകരുത്, അത്തരത്തിൽ സ്വയം സ്ഥാനാർത്ഥിയാകുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കും എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇത് വകവയ്ക്കാതെ കെ സുധാകരൻ വീണ്ടും നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയ KPCC അധ്യക്ഷനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാൻ കെ സുധാകരനെ അനുകൂലിക്കുന്ന ആളുകൾ തീരുമാനിക്കുകയും ചെയ്തു. പിന്നീട് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷൻ്റെ അനുയായികളും ഇടപെട്ടാണ് കെ സുധാകരൻ്റെ അനുയായികളെ പിന്തിരിപ്പിച്ചതെന്നാണ് പുറത്തുവരുന്ന മറ്റു വാർത്തകൾ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കെ സുധാകരന് നിയമസഭയിൽ മത്സരിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നു. മാത്രവുമല്ല, അടൂർ പ്രകാശിന് കോന്നിയിൽ നിന്നും മത്സരിക്കണം. ഈ 2 വിഷയങ്ങളും അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് കോൺഗ്രസിന് അകത്തുള്ളത്. ഇത് 2 മണ്ഡലങ്ങളിലെ വിഷയങ്ങൾ മാത്രമല്ല, പല സ്ഥലങ്ങളിലും ഇത്തരത്തിലെ പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തെ ചൊല്ലിയാണ് മറ്റൊരു തർക്കം. അതായത് അത് കേരള കോൺഗ്രസ് എം മത്സരിക്കുമോ അല്ലെങ്കിൽ കേരള കോൺഗ്രസിൽ നിന്ന് മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ LDF തന്നെ ഒരു തീരുമാനത്തിൽ എത്തപ്പെടാത്ത സാഹചര്യത്തിൽ അവിടെ മത്സരിക്കുന്നതിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് കോൺഗ്രസിലെ 1-ലധികം പേർ. അതായത് തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം നേരത്തെ തന്നെ അത് മറ്റ് ഒരു ഘടകകക്ഷിക്ക് CMPക്ക് വിട്ടു നൽകാൻ കോൺഗ്രസിനകത്ത് ചർച്ച ചെയ്തിരുന്നു. പക്ഷേ ഈ സീറ്റ് ഘടകകക്ഷിക്ക് വിട്ടു നൽകാൻ കഴിയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ. കോൺഗ്രസ് നേതാക്കന്മാർക്ക് അവിടെ മത്സരിക്കണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത്തരത്തിൽ പല സീറ്റുകളിലും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടങ്ങിയ വേളയിൽ തന്നെ തർക്കവും ഉയർന്നു വരുന്നുണ്ട്. ഇതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് നേതാക്കന്മാരും AICCയുമൊക്കെ. എന്നാൽ കെ സുധാകരനെ എങ്ങനെ അനുനയിപ്പിക്കും എന്ന കാര്യത്തിലാണ് ഇപ്പോഴും വല്ലാതെ ആലോചിക്കുന്നത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം. കെ സുധാകരനെ പിണക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ആലോചിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം, കെ സുധാകരനെ പിണക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം കണ്ണൂരിൽ കിട്ടുന്ന വോട്ടുകൾ കൂടി നഷ്ടമാകും എന്നാണ് ചില ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കെ സുധാകരൻ അല്പമൊന്ന് പിണങ്ങിയപ്പോൾ തന്നെ സമവായ ചർച്ചയ്ക്കായി രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവുമൊക്കെ രംഗത്തെത്തിയത്. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ തന്നെ കോൺഗ്രസിനകത്തുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പൂർത്തിയാക്കാൻ കഴിയും എന്ന് നേതാക്കൾ പറയുമ്പോഴും ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്ന തരത്തിൽ വളരെ വേഗത്തിലൊന്നും തന്നെ കോൺഗ്രസിനകത്തുള്ള ചർച്ചകൾ പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഫെബ്രുവരി അവസാനത്തോടുകൂടി ആദ്യഘട്ട വോട്ടർ പട്ടിക പുറത്തുവിടും എന്നായിരുന്നു കോൺഗ്രസ് പറഞ്ഞിരുന്നതെങ്കിൽ
ഇപ്പോൾ മാർച്ച് 10 കഴിഞ്ഞിട്ടും അത് പുറത്തുവിടാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുന്നു. മാത്രവുമല്ല, ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ യാതൊരു കാരണവശാലും സ്ഥാനാർത്ഥിത്വം പങ്കുവയ്ക്കില്ല എന്ന് പറഞ്ഞെടുത്ത് ഇപ്പോൾ ഗ്രൂപ്പ് സമവാക്യങ്ങൾ തന്നെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ചർച്ചകളും തുടരുകയാണ്. ചില മണ്ഡലങ്ങളിലൊക്കെ തന്നെ 5 മുതൽ 8 വരെ സ്ഥാനാർത്ഥികളായി മത്സരിക്കാൻ താല്പര്യമുള്ളവരുടെ പേരുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഒറ്റ പേരിലേക്ക് എത്തിച്ചേരുക എന്നുള്ള വലിയ പടാപ്പാടിലാണ് കോൺഗ്രസ് നേതൃത്വം. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ സ്ഥാനാർത്ഥി നിർണയം എന്ന് കോൺഗ്രസ് പറയുന്നുണ്ടെങ്കിലും അത് നീണ്ടുപോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല.